എന്താണ് ജനകീയ സിനിമ എന്നതിനെ പറ്റി കുറേ കൺഫ്യൂഷൻസ് കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്. ഈ കൺസെപ്റ്റുകൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചു കഴിഞ്ഞാൽ അത് ജനകീയ സിനിമ എന്നൊരു തെറ്റിദ്ധാരണ വയ്ക്കുന്നുണ്ട്. അങ്ങനെ കമ്മീഷൻ എടുത്തിട്ടുണ്ട്. തൃശ്ശൂർ തന്നെ കമ്മീഷൻ കമ്പനികൾ വെച്ചിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ജനകീയ സിനിമയാണെന്നുള്ള ഒരു ധാരണ, തെറ്റിദ്ധാരണ അതിനുണ്ട്. ജനങ്ങളുടെ റൈറ്റ്സിനെ കുറിച്ച്, ജനങ്ങളുടെ അവകാശത്തെ കുറിച്ച്, ജനങ്ങളുടെ സമരങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന സിനിമകളാണ് ജനകീയ സിനിമ. ഈ സോഴ്സ് ഓഫ് ഫണ്ടിങ് വെച്ചിട്ട് ഒരിക്കലും ജനകീയമാവില്ല. അതെങ്ങനെയാണ് ജനകീയമാവുന്നതാണ്? അതിൻ്റെ പർപ്പസ് എന്താണ്? പൊളിറ്റിക്കൽ ഇഷ്യൂസുകളോട് എങ്ങനെ പ്രതികരിക്കുന്നു, അത് പ്രതികരണ സിനിമകളാണ്. നിങ്ങൾ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി പ്രതികരിക്കുന്ന സംഭവമാണ് എന്നുള്ളതാണ്. അതാണ് ജനകീയ സിനിമ. അപ്പോൾ പണ്ട് ചോളപുരാമൊക്കെ ഉണ്ടാക്കിയ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. അത് ജനങ്ങളുടെ നിന്ന് കാശ് പിരിച്ചിട്ട് സിനിമ ഉണ്ടാക്കുന്നു. അത്തരം സിനിമകൾ ജനകീയ സിനിമകൾ ആവണമെന്നില്ല. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസും അങ്ങനെയായിരുന്നു. ജനങ്ങളിൽ നിന്ന് പിരിച്ച് കാശുണ്ടാക്കിയിട്ട് 5 പൈസയും 10 പൈസയും 50 പൈസയും ഒക്കെ കളക്ട് ചെയ്ത് തൃശ്ശൂരിൽ നിന്ന് ആണ് ആദ്യത്തെ സിനിമ ഞാൻ ഉണ്ടാക്കിയത്. 2000 രൂപ. 2000 രൂപയിലാണ് ഞാൻ സിനിമ ഉണ്ടാക്കിയത്. ആദ്യ സിനിമ 8 എം റെഗുലർ 8 എം. ഈ പൈസ പിരിച്ച്, ജനങ്ങളുടെ പൈസ പിരിച്ചുകൊണ്ട് ജനകീയ സിനിമ ആവണമെന്നില്ല. അത് ജനങ്ങളുടെ ഇഷ്യൂസിനോട് നമ്മൾ എത്രത്തോളം പ്രതികരിക്കുന്നു, എത്രത്തോളം അവരെ കൂടെ നിൽക്കുന്നു, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ആ സിനിമ യൂസ്ഫുൾ ആണ്, ഒരു സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ യൂസ്ഫുൾ ആണ്, അതിനാണ് ജനകീയ സ്വഭാവം. അത് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. സോഴ്സ് ഓഫ് മണിയാണെങ്കിൽ എല്ലാ പണവും ആക്ച്വലി ഒട്ടും ജനകീയമല്ല. എവിടെ നിന്ന് വന്ന പണമാണെങ്കിലും അത് ജനകീയമല്ല. അത് സർക്കാരിൻ്റെ പണമാണെങ്കിലും കോർപ്പറേറ്റ്സിൻ്റെ പണമാണെങ്കിലും ഫണ്ടിങ് ഏജൻസിൻ്റെ പണമാണെങ്കിലും ഏത് പണമാണെങ്കിലും പണം എന്ന് പറഞ്ഞ സാധനം ഒട്ടും ജനകീയമല്ലായിരിക്കും. അപ്പോൾ ഈ സോഴ്സ് ഓഫ് മണിയാണ് ജനകീയത നിർണ്ണയിക്കാന്ന് വെച്ചെങ്കിൽ ഒരു സിനിമയും ജനകീയമല്ല. ഇന്ത്യയിൽ ഒരു സിനിമ ഉണ്ടായിട്ടില്ല, ഒറ്റ സിനിമയും. അത് ഋത്തിക്കട്ടിക്കിൻ്റെയോ സത്യത്തിൻ്റെയോ ഒരു സിനിമയും അടൂർ ഗോപാലകൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്കൽ ഫിലിം മേക്കറിൻ്റെയോ ആനന്ദ് പട്ടേലിൻ്റെയോ അതൊന്നും ജനകീയമല്ല. ഇറ്റ് ഇസ് നോട്ട് ദ സോഴ്സ് ഓഫ് മണി വിച്ച് മാറ്റേഴ്സ്. ഇപ്പോൾ പത്തേൽ പാഞ്ചാലി ഉണ്ടാക്കിയത് ബംഗാൾ റോഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതായത് പത്തേൽ എന്നുള്ള പാത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ റോഡ് ഡെവലപ്മെൻറ്റാണ് ആ സിനിമ ഉണ്ടായത്. ശരിക്കും റോഡ് ഡെവലപ്മെൻറ്റും പത്തേൽ പാഞ്ചാലിയും ഒരു യാതൊരു കണക്ഷനും ഇല്ല. ബട്ട് മിനിസ്റ്റർ ലൈക്ക് സത്യശ്രീ ആൻഡ് ഹി ഡൈവേർട്ടഡ് സം മണി. അതൊരു സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഡൈവേർട്ട് ചെയ്തതാണ് എനിക്ക്. അതുകൊണ്ടാണ് ചരിത്രത്തിനായിട്ട് സിനിമ ഉണ്ടായത്. സോ ഹി ലുക്ക് അറ്റ് സോഴ്സ് ഓഫ് ഫണ്ടിങ്, ഇറ്റ് ഇസ് ഇല്ലീഗൽ ആക്ച്വലി. പത്തേൽ പാഞ്ചാലി ഈസ് ഇല്ലീഗൽ. ഇറ്റ് ഇസ് സ്റ്റേറ്റ് ഫണ്ടിങ് ആൻഡ് ഇല്ലീഗലി ഡൈവേർട്ടഡ് മണി. NMDC കണ്ടമാനം ഫിലിംസ് ഉണ്ടായിരുന്നു. അതിൽ പലതും പല നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. ജനകീയ സിനിമ ഉണ്ടായിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ ഫണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഭരണകൂടത്തിൻ്റെ ഫണ്ടിലും NGOയുടെ ഫണ്ടിലും വ്യക്തികളുടെ ഫണ്ടിലും ഒക്കെ നല്ല സിനിമകളും ജനകീയ സിനിമകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഡോക്യുമെൻ്ററീസും ഉണ്ടായിട്ട് ഒരു പൈസയിലായിട്ട് കടം വാങ്ങിയിട്ടാണ് മിക്കവാറും ഡോക്യുമെൻ്ററീസ് മുന്നോട്ട് പോയിട്ടുള്ളത്. ജനകീയ ഡോക്യുമെൻ്ററീസ് അത് ഡോക്യുമെൻ്ററീസ് എപ്പോഴും ദരിദ്രവാസികളാകും. പിന്നെ ഡോക്യുമെൻ്ററി വിറ്റിട്ട്, ഞാനൊക്കെ നമ്മൾ സിനിമ ഉണ്ടാക്കണതിൻ്റെ ഡോക്യുമെൻ്ററികൾ VHS കോപ്പിയോട് വിറ്റിട്ടാണ്. അത് സിനിമ കഴിയുമ്പോഴേക്കും പണവാന് കടക്കും. എന്നിട്ട് അത് വിറ്റിട്ട് നമ്മൾ അപ്പോൾ അങ്ങനെ പറയുന്നത് മാർക്കറ്റ് ഇക്കണോമിയാണ്. നമ്മൾ ഓരോ VHS കാസറ്റും 250 500 വിൽക്കുന്നു, എന്നിട്ട് ഈ കടം തീർക്കുന്നതാണ്. അത് ജനകീയമാണോ? ഈ വിൽക്കുന്ന പ്രക്രിയ ജനകീയമാണോ? ഞാൻ പറഞ്ഞു, മാർക്കറ്റ് ഇക്കണോമിയിൽ പോലും ഒരു ജനകീയത ഉണ്ട്. ഒരു കാസറ്റ് വിറ്റ് കഴിഞ്ഞാൽ
അങ്ങനെ 10 വിട്ട് കഴിഞ്ഞാൽ അത് 2 യൂസ് ചെയ്താൽ മതി, അതൊരു ക്യാമ്പയിനായി. അതിലൊരു ജനകീയതല്ലേ. സോ വി ക്യാൻ ഓൾവേസ് തിങ്ക് ഓഫ് ജനകീയ സ്വഭാവം. എല്ലാ സ്പേസിലും നമുക്ക് ജനകീയത കാണേണ്ട ആവശ്യമില്ല. ഇത് ജനകീയമാണ്, അത് ജനകീയം എന്താന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഹെഡ് മലയാളിക്കുണ്ട്. നമുക്ക് എല്ലാ സ്പേസിലും ജനകീയമാക്കാൻ പറ്റും, അതാണ് ഒന്നാണ്. പക്ഷെ അതിന് കൂടുതൽ നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റില് എത്രത്തോളം ജനകീയമാണെന്ന് കാണിച്ചു, എത്രത്തോളം അത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നു, അത് വളരെ പ്രധാനമാണ്. ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം അത് ഫൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, ഒരു സമരത്തിന് വേണ്ടി എങ്ങനെ അത് സ്പേസ് ഉണ്ടാക്കുന്നു, അതാണ് ജനകീയത. അല്ലെങ്കിൽ അത് പ്രിട്ടൻഷനാണ്. അതിനൊന്നും ജനകീയതയെന്ന് പറയാൻ പറ്റില്ല. ഏത് സമരത്തിന് ഏത് ജനങ്ങളുടെ അവകാശം വേണ്ടി ഈ സിനിമ ഉപയോഗിച്ചു എന്നുള്ളതാണ് ജനകീയ സ്വഭാവം. സോ എൻ്റെ എക്സ്പീരിയൻസിൽ അതൊരു സ്ട്രഗിൾ തന്നെയായിരുന്നു, എല്ലാ കാലത്തും സ്ട്രഗിളായിരുന്നു. ഇത്രയും കാലം 30 സിനിമ ഉണ്ടാക്കിയിട്ട് പലതും വളരെ കാര്യമായിട്ട് ജനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, പലതും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇറ്റ് വാസ് എ കൺസിസ്റ്റന്റ് സ്ട്രഗിൾ. ഈ സ്ട്രഗിള് കടന്നു പോകുന്നത് തന്നെ ഒരു സുഖമുള്ള പരിപാടിയാണ്. ആക്ച്വലി വെരി അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ പറയുമ്പോൾ അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക ഏത് ജനകീയ വിഭാഗം നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ജനകീയ സ്വഭാവം നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുന്നത് എവിടേക്കാണ് കറക്ഷൻ വേണ്ടതെന്നാണ് പറയുന്നത്. സോ ഈ ജനകീയ സിനിമ എന്ന് പറയുന്നത് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് റീഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. നാഷണലായിട്ട് പറയുന്നത് പലപ്പോഴും പറയുന്ന കാറ്റഗറി ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്നാണ്, ഇൻഡിപെൻഡൻറ്റ് ഡോക്യുമെൻ്ററീസ് എന്നൊക്കെ പറയും. ഒരു സിനിമയും ഇൻഡിപെൻഡൻ്റ് അല്ല. ഞാൻ സിനിമ ഉണ്ടാക്കുന്നത് എൻ്റെ ടീമിനോട് ഞാൻ ഡിപ്പെൻഡൻ്റ് ആണ്, ഒരു ക്യാമറ പേഴ്സണോട് ഡിപ്പെൻഡൻ്റ് ആണ്. ഒരു സമരത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആദിവാസിയാണെങ്കിലും ഒരു മത്സ്യത്തൊഴിലാളിയാണെങ്കിലും വേറെ ഏത് സെക്ഷനാണെങ്കിലും ഈ വിക്ടിംസ് സർവൈവേഴ്സൊക്കെ സംസാരിക്കുമ്പോൾ അവരോട് ഞാൻ ഡിപ്പെൻഡൻ്റ് ആണ്. അത് ആ ഡിപ്പെൻഡൻസി ഇപ്പോഴുണ്ട്. എൻ്റെ ഒരൊറ്റ സിനിമയും ഇൻഡിപെൻഡൻറ്റ് സിനിമയല്ല. ഐ എം ഡിപ്പെൻഡൻ്റ് ഓൺ പീപ്പിൾ. ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്ന് പറയുന്നത് അമേരിക്കൻ കാറ്റഗറിയാണ്. ഒരു സിനിമയും ഇൻഡിപെൻഡൻ്റ് അല്ല. ആൻഡ് ഇഫ് യു ഡോണ്ട് റെക്കഗ്നൈസ് ദാറ്റ് യു ആർ ഡിപ്പെൻഡൻ്റ് ഓൺ പീപ്പിൾ, ദെൻ ഒരു ജനകീയത അതില്ല. ഒരു കണക്കിൽ സിനിമ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ റിഫ്ലക്ഷൻ ആണെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. രണ്ട്, സിനിമയാണ് ജീവിതം എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ പഴയ ആർട്ട് ഫിലിം മേക്കേഴ്സിൻ്റെ ഐ ഡീപ് സിനിമ, ഐ ഈറ്റ് സിനിമ, ഐ ഷിറ്റ് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ്. സിനിമ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസും ജീവിതത്തിൻ്റെ ഭാഗമാണ്. റെസിസ്റ്റൻസ് ഫിലിംസ് എന്തോ താഴെക്കട എന്നുള്ള സിനിമയാണെന്നുള്ള ഒരു ബോധം ആൾക്കാരിനെ ഉണ്ടാക്കി സൃഷ്ടിച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. റെസിസ്റ്റൻസ് സിനിമയിൽ നല്ല ഹൈ ക്വാളിറ്റി ക്രിയേറ്റിവിറ്റി ഉണ്ടായ എത്ര റെസിസ്റ്റൻസ് സിനിമകളുണ്ട്. ഉദാഹരണത്തിന് അൺഫോർച്യൂണേറ്റ് റിയലി ചേഞ്ച് ദി ഡിസ്കോഴ്സ് ഓൺ ഡോക്യുമെൻ്ററീസ് ആൻഡ് അൺഫോർച്യൂണേറ്റ് ഫിലിമിൻ്റെ ഫിലിം ലാംഗ്വേജുകൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആദ്യത്തെ സിനിമ അത് ശരിക്കും ഈ ലാംഗ്വേജ്, സിനിമയുടെ ലാംഗ്വേജ് മാറുന്നത് ഇന്ത്യയിൽ ബോംബെ ഹമാരചറിലാണ്. അതുവരെ നമ്മുടെ ഡോക്യുമെൻ്ററിസ്റ്റ് ഫിലിം ട്രേഷൻ ഡോക്യുമെൻ്ററി സ്റ്റൈലാണ് എല്ലാം ഉപയോഗിക്കുന്നത്. ബട്ട് ബോംബെ ഹമാരചറിൽ അത് ഡിസ്കോഴ്സും മാറി, അതിൻ്റെ ലാംഗ്വേജും മാറി. അത് പിന്നെ ആർട്ട് ഫിലിം മേക്കേഴ്സും എല്ലാവരും ഉപയോഗിച്ചത് അതേ ലാംഗ്വേജ്. ഫിലിം ലാംഗ്വേജ് ശരിക്കും മാറ്റിയത് ആക്ടിവിസ്റ്റ് ഡോക്യുമെൻ്ററിയാണ്, അല്ലാണ്ട് ആർട്ട് ഫിലിം ആക്കാരല്ല. സോ ആക്ടിവിസം ഹാസ് സോ മച്ച് ഓഫ് ആർട്ട് ഇൻ ഇറ്റ്. ഇഫ് യു ഡോണ്ട് ഹാവ് ആർട്ട് ഇൻ ആക്ടിവിസം ദെൻ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഇമ്പാക്ട്. ഒരു മുദ്രാട്ടം വിളിക്കണമെങ്കിൽ അത് കലാബോധത്തോടെ വിളിച്ചാൽ അതിന് ഇമ്പാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് ഇമ്പാക്റ്റ് ഇല്ല. അതിനൊരു റിതമുണ്ട്, അതിനൊരു ബീറ്റ് ഉണ്ട്, അതിനൊരു ലിറിക്സ് ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ് മലയാളികൾ ശരിക്കും. അപ്പോൾ അതൊരു കലാബോധം ഉണ്ട് എനിക്ക്. അപ്പോൾ ഇത് എവിടെയാണ് നമ്മൾ ആർട്ടും റെസിസ്റ്റൻസും നമ്മൾ എങ്ങനെയാണെന്ന് നോക്കുകയാണ്. റെസിസ്റ്റൻസ് ഈസ് എൻ ആർട്ട്. ആർട്ടില്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇല്ല. അതൊരു കോമ്പിനേഷനാണ് ശരിക്കും. ഇത് മലയാളി ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇത് രണ്ടും തമ്മിലുള്ള കോമ്പിനേഷനാണ് ആർട്ട്, റെസിസ്റ്റൻസ് ഒക്കെ വരുന്നത്. സിനിമ അങ്ങനെയാണ്.
അപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ദി ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ സിനിമ, അതിൽ ഫിലിം മേക്കർ എപ്പോഴെങ്കിലും ഞാൻ ഫിലിം മേക്കറാണെന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ആ ഫിലിമിന് യാതൊരു പ്രസക്തിയില്ല. ഫിലിം മേക്കർ ഒരു സോഷ്യൽ പ്രോസസ്സിന്റെ ഭാഗമായി നിന്നാൽ മാത്രമേ അതിന് ആ വർക്കിന് പ്രസക്തി ഉള്ളതായിരിക്കും. ഞങ്ങളുണ്ടാക്കുന്ന സിനിമ എപ്പോഴും അത് കാണിക്കാനും അത് എങ്ങനെയാണ് മൂവ്മെന്റ് ഉപയോഗിക്കാനും മൂവ്മെന്റ് സപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനും എപ്പോഴും അത് ട്രൈ ചെയ്യാറുണ്ട്. അതാണ് ആ സിനിമയ്ക്ക് പ്രസക്തി ഉള്ളൂ. അതിന് പൊളിറ്റിക്കൽ സിനിമയ്ക്ക് ഒരു പ്രസക്തി ഇല്ലായിരിക്കും. ഞാൻ പറഞ്ഞ അത് ഈ കഥയാണ്. ബിക്കോസ് റെസിസ്റ്റൻസ് ഇസ് ക്രിയേറ്റിവിറ്റി. വിത്തൗട്ട് ക്രിയേറ്റിവിറ്റി ദർ ഇസ് നോ റെസിസ്റ്റൻസ്. എപ്പോഴൊക്കെ എല്ലാ തരത്തിലും ലോകത്തിലുള്ള എല്ലാ റെസിസ്റ്റൻസ് മൂവ്മെന്റ് നോക്കണം, എപ്പോഴൊക്കെ റെസിസ്റ്റൻസ് ക്രിയേറ്റീവ് ആയിട്ട് അപ്പോഴേ റെസിസ്റ്റൻസിന് റെലവൻസ് ഉണ്ട്. Now you say that your film is active cinema, it is not art film. എന്നൊക്കെ പറയുന്നത് ഇതിന്റെ അർത്ഥമൊന്നുമില്ല. Because if my film has to be good resistance film, it has to be a good art film. And the language is different. Because I am thinking of communicating using cinema as a medium to inform, inspire and create space for social action. ഇതെല്ലാം ഈ പർപ്പസുള്ള സിനിമയ്ക്ക്. Because that is also an art. കണവാൻ ഫിലിം എടുക്കുമ്പോൾ എൻ്റെ മെയിൻ സംഗതി എങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇതിന് കണവാനിന് ക്രിസ്ത്യൻസിനെതിരെ വന്നിട്ടുള്ള എല്ലാ അലിഗേഷൻസും, ആദിവാസി ദളിത് ക്രിസ്ത്യൻസിന്റെ എല്ലാ അലിഗേഷൻസും ആൻസർ ചെയ്യണമെന്നാണ് എനിക്ക്. അത് കഴിഞ്ഞാൽ ഒരു ചോദ്യം വരാൻ പാടില്ല. I tell my best. We shot around 150 hours. After seeing the film, nobody can question. Everything is answered. അബ്ദുൾ നാസിം അതിനെക്കുറിച്ചുള്ള ഫിലിം എടുക്കുമ്പോൾ ഇതന്നെയാണ് എൻ്റെ കരുത്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങളും പ്രധാന ചോദ്യങ്ങളും അത് ആൻസർ ചെയ്യണമെന്നാണ്. So you do your research well. And research is an art. So you inform people the truth. Informing people the truth is an art. Not just the cinematography or the sound or anything like that. You inform them in art. It is an art. എന്തുകൊണ്ട് ആർട്ടായിക്കൂടാ? എന്തുകൊണ്ട് റെസിസ്റ്റൻസ് ആർട്ടായിക്കൂടാ? ഒരു ചിക്കൻ കറി ഉണ്ടാക്കി അത് ആർട്ടാണ്. ഒരു സാമ്പാർ നല്ല സാമ്പാർ ഉണ്ടാക്കുന്നത് അത് ആർട്ടാണ്. ഇത് ആർട്ടല്ലാന്ന് തീരുമാനിക്കുന്ന ഒരു സൊസൈറ്റിയാണ് കേരളത്തിലുള്ളത്. എനിക്ക് ഞാൻ പറഞ്ഞ ജീവിതത്തിന്റെ എല്ലാ തുറമുകളിലും ആർട്ടുണ്ട്. വിതൗട്ട് ആർട്ട് you cannot survive in this world. Every child has to learn art at every moment. Only then he can deal with life. ഒരു കുട്ടിക്ക് നടക്കാൻ പഠിക്കണമെങ്കിൽ അത് ആർട്ടാണ്. ആർട്ടില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. നടക്കില്ല. ഉണ്ട് എങ്ങനെ നടക്കുന്നു? അവർ പുസ്തകം വായിച്ചിട്ടില്ല. അതിനൊരു ഒരു ഫിലിം സ്കൂളിൽ പോയിട്ട് നല്ലത് പഠിക്കുന്നത്, ഒരു മ്യൂസിക് സ്കൂളിൽ പോയിട്ടില്ല പഠിക്കുന്നത്. So how do you learn? How do you learn what we don't know? What we claim to know? എന്താണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിക്കുക. ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന രൂപങ്ങളില്ലേ, അതും നമ്മുടെ ഇന്റലക്ച്വൽ ഇൻഫർമേഷൻ അനാലിസിസ്, പൊളിറ്റിക്കൽ, ഇതൊക്കെ എങ്ങനെ നമ്മൾ എവിടെയും പറ്റുന്നു? പുസ്തകം വായിച്ച് കിട്ടാനുള്ള തെറ്റിദ്ധാരണയുണ്ട്. അല്ല, System is only addition. You read books and you get an addition into the whole thing. Like ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് എന്താക്കിയാണോ എന്നാണ്. ജീവിതത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആൾക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല, നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു മീനിങ്ഫുൾ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. So main thing is you have to explore the experiences of people and you be experienced with that. You have to be part of those experiences. If you stay in an Adivasi house, it is an experience. You don't look for a toilet. You have to do it on the street, under the tree. അത് നിങ്ങൾ തയ്യാറാണോ എന്നാണ് ഉത്തരം. If you make a film on Kanwal, ഏത് നിമിഷവും അവിടുത്തെ ആദിവാസി ക്രിസ്ത്യനെയും അവിടുത്തെ ദളിത് ക്രിസ്ത്യനെയും നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. Are you prepared for it? ഒരു പ്രൊട്ടസ്റ്റിന് പോയി കഴിഞ്ഞാൽ അവരെ പോലെ തന്നെ നിങ്ങളെയും ജയിലിലാക്കാം. അത്
ആ പ്രിപ്പറേഷനാണ് ആർട്ട്. പ്രിപ്പയർ ഫോർ ഇറ്റ്, ദെൻ അവരുടെ ഭാഗമാണ്, ആ ഭാഗമാണെന്നാണ് ആർട്ട്. ആൻഡ് യു ടു സസ്റ്റൈൻ ഇറ്റ്. സിനിമ ഉണ്ടാക്കിയിട്ട് പോകല്ല ജോലി. How are you committed to your the subjects that you shoot? How much are you committed to the issues that you communicate? അത് മാറ്റാണ്. അല്ലെങ്കിൽ അത് ജന്മന സാധ്യമല്ലാതിരിക്കുക. ഇഫ് യു മേക്ക് 35 ഫിലിംസ്, ഈ 35 ഇഷ്യൂസിനോട് എനിക്ക് കമ്മിറ്റ് ചെയ്യാമെന്ന് അത്ര എളുപ്പമല്ലായിരിക്കും. ഐ ഹാവ് ടു ബി സെലക്റ്റീവ്. ഇന്ന ഇഷ്യൂസ് സെലക്റ്റീവ് ആണ്, അവിടേക്ക് ഞാൻ കമ്മിറ്റ്മെന്റ് കാണിക്കും. എല്ലാവരും എനിക്ക് പറ്റില്ല, ഫിസിക്കലി ഇമ്പോസിബിൾ. അത് ആർട്ടാണ്. ആർട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജനകീയ പ്രസ്ഥാനങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഏരിയാസ് എനിക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ഒരു ഡയലോഗുണ്ട്, ഒരു ഡിസ്കോഴ്സ് ഉണ്ട് ഇവിടെ, ഒരു കോമ്പിനേഷനാണ്. ജനകീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പലരുടെയും സ്കിൽസ് പല മാതിരി ഉപയോഗിക്കലാണ് ജനകീയ പ്രസ്ഥാനം. അല്ലെങ്കിൽ ജനകീയമല്ല. ഒരാൾക്ക് ഇരുന്ന് നന്നായിട്ട് പാടാൻ പറ്റും, ഒരാൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും, ചിലപ്പോൾ നല്ല മുദ്രാക്കാൻ പറ്റാൻ പഠിക്കാൻ പറ്റും, ഒരാൾക്ക് ചിലപ്പോൾ സിനിമ ഉണ്ടാകും. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ജനകീയ പ്രസ്ഥാനം. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ജീവിതത്തെ. സോ ഈ യാത്രയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റിഫ്ലക്റ്റ് കണ്ടമാനം പഠിക്കാൻ പറ്റി. കണ്ടമാനം എന്നെ തന്നെ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റി. നമ്മളെന്നെ ഒരു അവലോകനം, ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ, അതാണ് എനിക്കില്ലായിരുന്നത്. അതും കൂടുതൽ എന്നെ തന്നെ പഠിക്കലായിരുന്നു കൂടുതൽ. നമ്മൾ വേറെ മാറ്റുന്നതിനൊക്കെ ഇൻസിഡന്റിലാണ്, നമ്മളത് മാറിപ്പോവാണ്. അപ്പൊ നമ്മുടെ തെറ്റുകൾ നമ്മളെ തിരിച്ചറിവുണ്ടാവണം. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്കും കുറെ ഗുണം കിട്ടിയിട്ടുണ്ട്. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ഒരു ഡിവിഷൻ, 70s വന്ന ഒരു ഡിവിഷൻ ശരിക്കും. ഒന്ന് കമേഴ്ഷ്യൽ സിനിമ ആൻഡ് ആർട്ട് സിനിമ എന്ന രണ്ട് വിഭാഗമാണ്. ഈ രണ്ട് വിഭാഗത്തിലും അതിൻ്റെതായിട്ടുള്ള ഫോർമുലകളാണ് ഉണ്ടായിരുന്നത്. ഒന്നിൻ്റെ ബോക്സ് ഓഫീസ് വിജയം ഇന്ന ഫോർമുല കൊണ്ട് വിജയിക്കും എന്നുള്ള ഘടകങ്ങളുണ്ട്. ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ ഇതുകൊണ്ട് വിജയിക്കുന്ന ഒരാൾക്കും പ്രിഡിക്റ്റബിൾ അല്ല ശരിക്കും. സിനിമ ഉണ്ടാക്കുമെങ്കിൽ ചിലപ്പോൾ ആൾക്കാരുടെ ടേസ്റ്റ് മാറിയും കാര്യം. ഒരു വിജയത്തിന്റെ ഘടകം കണ്ടിട്ടാണ് ഇത് നിർണ്ണയിക്കുന്നത്. ഇറ്റ് ഇസ് ഫുഡിഷ് കാൽക്കുലേഷനാണ്. അതുപോലെ തന്നെ ആർട്ട് സിനിമയിലും അത്തരം ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഘടകങ്ങളെന്ന് ഫോർമുലകളുണ്ട്. അപ്പൊ അന്നത്തെ ഫോർമുലകൾ ഇന്നത്തെ ഫോർമുലകളല്ല ശരിക്കും. അന്ന് തുടങ്ങുമ്പോൾ മെയിൻ ടീമിലെ ആക്ടേഴ്സിനെ ഉപയോഗിക്കാൻ പാടില്ല, ഇന്നത് പാട്ട് പാടില്ല, അങ്ങനെയൊക്കെ പല നിയമങ്ങളുണ്ടായിരുന്നു. പാട്ട് പാടില്ല ആർട്ട് സിനിമയില്, മെയിൻ സ്ട്രീമില് നായകന്മാർ പാടില്ല, അതൊക്കെ നിലവിൽ തെറ്റിപ്പോയി. ഈ ഫോർമുലകൾ അവിടെ തന്നെ മാറ്റി, ആർട്ട് സിനിമകൾ തന്നെ മാറ്റി. സോ നോ ഇത് രണ്ടും ഫോർമുലകളാണ് എനിക്ക്. ആർട്ട് സിനിമ ലോകം അത് അവാർഡ് സിനിമ എന്നാണ് ഇവർ പറയാം, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറയാം. ഇത് അവാർഡ് സിനിമ എന്താന്ന് പറയാം. അല്ലെങ്കിൽ ഇത് കമേഴ്ഷ്യൽ സിനിമ. ജെറോൺസ് ഈ കോളേജ് ആർട്ട് സിനിമ. അപ്പൊ ഇതിലെന്താ ഫോർമുലകളുണ്ട്. ഞാൻ പറയുന്നത് തേർഡ് സിനിമയാണ്. തേർഡ് സിനിമ എന്ന് പറയുമ്പോൾ വൈഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക്. അതിലിപ്പോൾ ചെറുപ്പക്കാർ എക്സ്പ്ലോർ ചെയ്യുന്ന പല തരത്തിലുള്ള സിനിമകളുണ്ട്. അത് ആർട്ടാണോ കമേഴ്ഷ്യലോ എന്ന് വെച്ചിരുന്നാൽ അവർക്ക് പോലും അറിയില്ല ശരിക്കും. ആക്റ്റീവ് സിനിമ അങ്ങനെ തന്നെയാണ് ഒരു തരത്തില്. അപ്പൊ സ്പോർട്സ് സിനിമ അത് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. സോഷ്യൽ ഇന്റർവെൻഷനാണ് അതിൻ്റെ ഉദ്ദേശങ്ങൾ. കേൾക്കും പറയും സ്പോർട്സ് സിനിമ. അപ്പൊ അങ്ങനെ അതിന് നിയമങ്ങളില്ല. ഒറ്റ നിയമങ്ങളും ഇത് ജനങ്ങൾക്ക് ഫലപ്രദമാണെന്നുള്ളത്. അവരുടെ ജസ്റ്റിസിന്, അവരുടെ റൈറ്റ്സിന് വേണ്ടി എന്താണ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കപ്പെടുന്നത്. അത് മര്യാദയ്ക്ക് ഉപയോഗിക്കപ്പെടണമെങ്കിൽ അത് ആർട്ട് വേണം. ആർട്ടില്ലാത്ത ഒരു സാധനം അവർ ഉപയോഗിക്കില്ല. ബിക്കോസ് ഇറ്റ് ഡോണ്ട് റീച്ച് ഔട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്ടേഴ്സിന് വേണ്ടി ആർട്ടില്ലെങ്കിൽ അവർ ഒന്നും കൊള്ളില്ല. ഓക്കെ. സോ മുൻവിധികളില്ലാത്ത സിനിമകളാണ് വേണ്ടത് എനിക്ക്. ഇത് ആദ്യം തന്നെ മുൻവിധികളാണ്. സിനിമ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു മുൻവിധി ഉണ്ടെങ്കിൽ പിന്നെ സിനിമ കനോട്ട് പ്രോഗ്രസ്.
സിനിമ പാർട്ട് ഓഫ് ലൈഫ്. ജീവിതം തന്നെ പല റേഞ്ചിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഏത് റേഞ്ചിൽ നമുക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റും? ജീവിതത്തിന്റെ ഏത് എക്സ്പീരിയൻസ് നമുക്ക് സിനിമ എടുക്കാൻ പറ്റും? ജസ്റ്റിസ് ഇസ് എ വെരി സെൻട്രൽ പാർട്ട് ഓഫ് ലൈഫ്. എന്തുകൊണ്ടാണ് സിനിമ ഉണ്ടായിക്കൂടാ? അതിന് ഞങ്ങൾക്ക് ആദ്യം പെർമിഷൻ വേണ്ട. ടു ടോക്ക് അബൌട്ട് ജസ്റ്റിസ്, ഹ്യൂമൻ ജസ്റ്റിസ്. അതിന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ആർട്ട് ഫിലിം വേൾഡിന്റെ ഇതാണ് സിനിമ എന്ന് പറയുന്ന ഒരു പ്രക്രിയയില്ലേ? ഈ ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള സിനിമകൾ സിനിമയല്ലാന്ന് നിർണ്ണയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിനിമയുടെ കാഴ്ചപ്പാടെന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും. എന്താണ് സിനിമ? വേർ ഇസ് സിനിമ വിത്തൗട്ട് ജസ്റ്റിസ്? ഈവൻ മേക്കിംഗ് ദി ഫിലിം വിത്തൗട്ട് ജസ്റ്റിസ് യു കാൻ മേക്ക് ഇറ്റ്. ഒരു യൂണിറ്റിൽ ഒരാൾക്ക് മലയ്ക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ സിനിമ മുന്നോട്ട് പോയില്ല. ദർ ഇസ് ജസ്റ്റിസ് ഇൻ ഇറ്റ്. ദാറ്റ് ഇസ് ചാലഞ്ച് ദാറ്റ്. ഒരു പ്രക്രിയയും സിനിമയുടെ ഒരു പ്രക്രിയയും ജസ്റ്റിസ് സിനിമ നടക്കില്ല. പിന്നെ ഹൗ ഡു സെപ്പറേറ്റ് ജസ്റ്റിസ് ഫ്രം സിനിമ? അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നല്ല എനിക്ക്. ഇറ്റ് ഇസ് ദെയർ ഇൻ എവറി പാർട്ട് ഓഫ് ലൈഫ്. It is there in religion, it is there in spirituality, it is there in politics, it is there in life, it is there everywhere. റോഡിൽ കൂടെ മര്യാദയ്ക്ക് നടക്കുമ്പോൾ ജസ്റ്റിസിന്റെ ഒരു കാഴ്ചപ്പാട് ആൾക്കാർക്ക് ഇനി നടക്കാൻ പറ്റില്ല. സിനിമയിൽ അത്രേ ഉള്ളൂ. That's all. So when you talk about human rights എന്ന് പറഞ്ഞാൽ ഒരു വൈഡായിട്ട് കൺസെപ്റ്റാണ് എനിക്ക്. അത് ആ റൈറ്റ്സ് ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞ വൈഡായിട്ട് കൺസെപ്റ്റാണ്. അത് സിനിമ അതിന് പെടുത്താൻ പറ്റില്ല എന്നുള്ളത് എന്താ അർത്ഥം? അപ്പൊ ഇത് ഇങ്ങനെയാണെന്ന് ബ്രാക്കറ്റ് ചെയ്തിട്ട് മാറ്റുന്ന ഒരു സ്വഭാവം ഫെസ്റ്റിവലുകളിലുണ്ട്. ഇത് ഞങ്ങൾ ജസ്റ്റിസിന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കലയില്ല എന്നൊരു അവബോധം എവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തന്നെ പല ട്രഡീഷൻസിന്റെ ഡിബേറ്റ്സ് ആണ് കാണുന്നതായിരിക്കും. ആർട്ട് ഫോർ ആർട്സ് സേക്ക് ആൻഡ് ആർട്ട് ഫോർ സോഷ്യൽ ചേഞ്ച് എന്നുള്ള പഴയ ഡിബേറ്റ് ആണ്. നാഷണൽ ആയിട്ടുള്ളതാണ്. ഇത് രണ്ടും തെറ്റാണ്. ബിക്കോസ് യു ആസ്ക് ദ റോങ് ക്വസ്റ്റ്യൻ. Art can never be for art's sake. Art can never be for social change. Art is what the artist decides how you communicate to your crowd of people. അതൊരു ഡയലോഗാണ്. അതിന് ജസ്റ്റിസ് വേണം. അതിന് ചിലപ്പോൾ റോസാപ്പൂവിൻ്റെ ഒരു സ്മെല്ലാവാം, ഒരു വയലിൻ വായിച്ചത് നല്ലൊരു ട്യൂണാവാം. That has to be decided by the artist and the audience. ഒരു തേർഡ് പാർട്ടി ഡിസൈഡിൻ്റെ കാര്യം ചെയ്തില്ല. ഇത് സ്പാനിഷ് അറിയാത്ത ആള് സ്പാനിഷിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ, ഭാഷയെ പറ്റി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കാണുന്ന ഏത് പോലീസുകാരനും ഏത് ലാംഗ്വേജ് അറിയാം, സിനിമയുടെ ലാംഗ്വേജ് അറിയാത്ത ആൾക്കാർ നിർണ്ണയിക്കണം, ജഡ്ജിമാരായി മാറേണ്ടത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. Let the filmmaker talk to the audience through his films, whatever the subject you want. Audience can say this is a good film or bad film, whether it is relevant for us, or it's reactionary, or it's anti-caste, anti-woman, anti-Islamophobic. അത് വാട്ട് ഈസ് കുഴപ്പമില്ല. ഇത് സിനിമയെ പറ്റി ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആൾക്കാർ ജഡ്ജിങ് വേണം പ്രശ്നം. പിന്നെ ഓഡിയൻസിന് ബുദ്ധിയുണ്ട്, ദേ കൻ ഡു ഇറ്റ്. അതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക്. ഇത് ക്വാളിഫൈഡ് ആണോ ഇല്ലയോ, ഒരു സിനിമ ക്വാളിഫൈഡ് ആണോ എന്ന് ഒരു അവാർഡിനും നിർണ്ണയിക്കാൻ പറ്റില്ല. Because ultimately it's an opinion of 5 people, a jury. ആ ജോലിക്ക് ഈ 5 ആൾക്കാർക്ക് പോകാൻ വേറെ ജോലി കഴിഞ്ഞാൽ ഒപ്പീനിയൻ മാറി, വേറെ സിനിമയ്ക്കാൻ ഓർഡർ. So how does it matter? ഈ അവാർഡ് കിട്ടുന്നതല്ല സിനിമയുടെ ക്വാളിറ്റി, ഹൗ ലോങ് ഇറ്റ് ക്യാൻ സസ്റ്റെയിൻ എന്നുള്ളതാണ്. എത്രത്തോളം കാലം ഒരു സിനിമ ജനങ്ങളുടെ മനസ്സിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ സിനിമകളൊക്കെ 23 കൊല്ലം കഴിഞ്ഞാൽ പിന്നെയും സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഒരു സംതിങ് ഇൻ ഇറ്റ്. അത് ഞങ്ങളുടെ ചില സിനിമകളൊക്കെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ആൾക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കേണ്ടപ്പെട്ട സിനിമകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്, ബിക്കോസ് ഇറ്റ് ഇസ് ബീങ് യൂസ്ഫുൾ. അത് മെയിൻസ്ട്രീം സിനിമയാണെങ്കിലും കമേഴ്ഷ്യൽ സിനിമയാണെങ്കിലും അത് ആർട്ട് സിനിമയാണെങ്കിലും it begins from a conning job. It's a conning game. നിങ്ങളൊരു ആർട്ടിസ്റ്റിനെ കോൺ ചെയ്യണം, നിങ്ങളൊരു പ്രൊഡ്യൂസറെ കോൺ ചെയ്യണം. If you are not good in that, you don't make any mainstream film or art film.
അത്രേ ഉള്ളൂ. പിന്നെ ആർട്ട് ഫിലിം മേക്കർ ചെയ്യുന്നത് പിന്നെ ഒരു അവാർഡ് ഫൗണ്ട് ചെയ്യുന്നു, ഒരു കോൺമാൻ ബേസിക്കലി. ഈ കോണിങ് ഗെയിം കമേഴ്ഷ്യൽ സിനിമയിലും ആർട്ട് ഫിലിമിലും സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പ്രധാന കാറ്റഗറിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമ ഉണ്ടാക്കാത്തത്, ഫീച്ചർ ഫിലിം ഉണ്ടാക്കാൻ പറ്റാത്തത് എൻ്റെ പ്രശ്നമാണ്. സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നമല്ല, അതിൻ്റെ കൺസെപ്റ്റിൻ്റെ പ്രശ്നമല്ല, കഴിവിൻ്റെ പ്രശ്നമല്ല. യു ഹാവ് ടു ട്രാൻസ്ഫോം യുവർ സെൽഫ് ടു ബി എ കോൺമാൻ. അപ്പം നമ്മൾ തന്നെ മാറ്റേണ്ട കാര്യമുണ്ട്, അതിന് തയ്യാറാവണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും. ആൻഡ് വൈ ഡു ഐ ഹാവ് ടു ബി എ കോൺമാൻ? എന്തിനാണ് നിങ്ങൾ കാണാൻ? എനിക്ക് ഒരു സിനിമയും ഇതുകൊണ്ട് കൃത്യമായിട്ട് പൈസ മടക്കി കിട്ടുന്ന ഒരിക്കലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക്. ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളുണ്ട്, അതിൽ പൈസ കിട്ടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നോട് തന്നെ തിരിക്കുന്നത് തെറ്റാണ്. ഞാൻ ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ട്, എന്നോട് തന്നെ ചെയ്യുന്നത് തെറ്റാണ് അതായിരിക്കും. ബിക്കോസ് വി കാൻ സേ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഡെഫിനറ്റ് ആയിട്ട് ഇറ്റ്സ് നത്തിങ് ഡെഫിനറ്റ്. അപ്പോൾ അതിന് പൈസ കിട്ടില്ല, അന്ന് എൻ്റെ പ്രവൃത്തിയോട് യോജിക്കുന്ന, എൻ്റെ ക്രിയേറ്റിവിറ്റിയോട് യോജിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വരണം. അത് കിട്ടിയില്ലെങ്കിൽ അവർ കോൺ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്ക് വേണം. ഇത് രണ്ടുമില്ല. സോ അവിടെ ഇത് മാറ്റം. ഞാനിവിടെ എഴുതിയിട്ട് കുറച്ച് ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയിട്ട് കുറച്ച് കാർട്ടൂണൊക്കെ കുറച്ച് ഞാൻ മുന്നോട്ട് കുറെ ആക്ടേഴ്സ് ഞാൻ മുന്നോട്ട് കൊടുക്കും. ഇറ്റ് ഇസ് നോട്ട് നെസസറി KPSC മേക്സ് ഫിലിംസ്. അങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, അതെൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 3 ഫീച്ചർ ഫിലിം ഉണ്ടാക്കിയിട്ട് അത് ആദ്യത്തെ ഫീച്ചർ ഫിലിം ഇപ്പോഴും ആൾക്കാർ കാണിക്കുന്നുണ്ട് ഏതെങ്കിലും മുകളിലും. ആ വിമൻസ് റൈറ്റ്സ് ഇപ്പോഴും അത് റെലവെൻ്റ് ആണ്. അത് പോയിന്റ് അത് നാഷണലായിട്ടും ഇന്റർനാഷണലായിട്ടും കാണിക്കുന്നുണ്ട്, ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അതിൻ്റെ റെലവൻസ് കൂടിക്കൂടി വരികയാണ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് നെസസറി ദാറ്റ് ഐ മേക്ക് ഫിലിംസ്. ഇറ്റ്സ് നോട്ട് മൈ നീഡ്. അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പം ഞാൻ സിനിമ ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ഫീച്ചർ ഫിലിം ഉണ്ടാക്കുന്നത്. ഡോക്യുമെൻ്ററി അങ്ങനെയല്ല. ഡോക്യുമെൻ്ററി എൻ്റെ ഒരു അന്വേഷണമാണ്. ഐ ആം ഡൂയിങ് റിസർച്ച് ഇൻ ടു എൻ ഇഷ്യൂ. അപ്പോൾ എൻ്റെ തന്നെ ഹൊറൈസൺ, കാഴ്ചപ്പാടിൻ്റെ ഹൊറൈസൺ മാറ്റണം എന്നുള്ളത് എൻ്റെ തന്നെ ആവശ്യമാണ് എനിക്ക്. ആസ് എ റിസർച്ചർ എനിക്ക് കൂടെ പഠിക്കാനുണ്ട്, സോഷ്യൽ സബ്ജക്ട്സിനെ കൂടെ പഠിക്കാനുണ്ട്. അത് ക്യാമറ ആസ് എ മീഡിയം, അത് വേറെയാണ്. ഫിക്ഷൻ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഫിക്ഷൻ എനിക്ക് ഉണ്ടാക്കുന്നത് എൻ്റെ സ്ക്രിപ്റ്റുകൾ എൻ്റെ മാതിരി എൻ്റെ കാഴ്ചപ്പാടിൽ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ആളുണ്ടെങ്കിൽ മാത്രമേ ഫിലിം എടുക്കുള്ളൂ. അധികം വേണ്ട, എനിക്ക് തോന്നുന്നില്ല ഈ ലോകത്തിൽ ഫീച്ചർ ഫിലിം ഉണ്ടാക്കണമെന്ന്. എനിക്ക് ഡോക്യുമെൻ്ററി എനിക്ക് തന്നതാണ്. അത് കഴിഞ്ഞിട്ട് അത് എൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഹൊറൈസൺ വൈഡൻ ചെയ്യേണ്ടത് എൻ്റെ തന്നെ ആവശ്യമാണ്. So you go more into experience of people, research on issues. അതൊരു സുഖമുണ്ട്. ഇറ്റ്സ് എൻ ഇന്റലക്ച്വൽ എക്സസൈസ്. വൈഡായിട്ടുള്ള ഇന്റലക്ച്വൽ എക്സസൈസ്. ഇപ്പൊ അതുകൊണ്ട് UAP എന്നുള്ള സബ്ജക്റ്റ് വേണ്ടി ഞാൻ ഇപ്പൊ ഇത്രയും ആലോചിക്കുന്നത് അബ്ദുൽ മുതലിനെ കുറിച്ച് സിനിമ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ഫാദർ സ്റ്റാൻ is arrested by UAPA. And I can connect very directly with that process. Bhima Koregaon is the biggest lie in this world. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ജയിലുണ്ട്. The biggest lie ഞാൻ പറയുന്നത്, because I worked on Abdul Nasser Madini and understood UAPA and UAPA ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്. It's an undemocratic law, it's a fascist law, it has to be removed, it's a draconian law എന്ന് ഒത്തന്റിക് ആയി എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ you can be arrested without any proof. അത് ഡെമോക്രസി അല്ല. It is your duty to say that you are not a criminal. The police doesn't have any responsibility to prove that you are a criminal. You have to prove why you are in jail forever, that you are not a criminal. How can you do that? As per the Indian Constitution, only when you have proved that you have conducted a crime, അപ്പോൾ അത് അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് അങ്ങനെയല്ലല്ലോ. ഇറ്റ്സ് ആന്റി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ UAP എന്ന് പറയുന്നത്. ഈ ഡ്രക്കോണിയൻ ലോസ് അല്ല. സെഡിഷൻ ലോ എടുത്ത് മാറ്റുന്ന പറയുന്നത് ഞാനല്ല, ഗാന്ധിയാണ്. നെഹ്റുവും പറഞ്ഞില്ല എടുത്ത് മാറ്റി. ഇപ്പൊ ഇതുവരെ മാറ്റിയിട്ടില്ല. അതുപോലെ AFSPA, ഓൾ ഡ്രക്കോണിയൻ ലോസ്. ഇത് വരുന്നത് എങ്ങനെയാണ്? എൻ്റെ തന്നെ ഡോക്യുമെന്ററി എക്സ്പീരിയൻസ് ഞാൻ തന്നെ പഠിക്കുകയാണ്. എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ മലയാളികൾ UAPയിലുണ്ട്.
അൺലോഫുൾ ആക്ടിവിറ്റീസ് ഓഫ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത് ഏറ്റവും ഡെർമിനൻ്റ് ആയിട്ടുള്ള നിയമമാണ് അതുകൊണ്ടായിരിക്കും. ഇപ്പം ഫാദർ സ്റ്റാൻ ഇസ് പാർട്ട് ഓഫ് ഐ നോസ് ഫാദർ സ്റ്റാൻ. He can never be a criminal. Authentically, I can say that. The only problem he has done is that he was born a Christian. Second, he worked for the Adivasis, for the rights of the Adivasis. As per his words, 60% of the natural resources in India are under the feet of Adivasis. Other minerals. അപ്പോൾ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഈ ആദിവാസികളുടെ കാൽവെട്ടിയുടെ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഏത് മിണറാണെങ്കിലും they are doing that, they are displacing them, and Father Stan is the voice against it. So he is under UNPA. It is not just one Father Stan issue. എല്ലാ ഡിസെന്റിനെയും തകർക്കപ്പെടുന്ന ഇത്തരം ഭീകരതകളാണ് എനിക്ക്. ഇന്ത്യയിൽ എവിടെയാണ് ഭീകരവാദം? തീവ്രവാദം പറയും നാളത്തിൽ. ടെററിസം തീവ്രവാദം കണ്ടുപിടിക്കുന്നത്. തീവ്രവാദം അല്ല ശരിക്കുന്നത്. ടെററിസം ഡസന്റ് മീൻ തീവ്രവാദം. തീവ്രമായിട്ട് ബാധിക്കുന്ന ആളാണ് തീവ്രവാദി. ഞാൻ തീവ്രമായിട്ട് ബാധിക്കുന്ന ആളാണ്. But I don't use any weapons or anything like that. ടെററിസം ശരിക്കുള്ള ട്രാൻസ്ലേഷൻ ഭീകരവാദമാണ്. ഇതാരാണ് ഭീകരവാദം ഉപയോഗിക്കുന്നത്? ഫാദർ സ്റ്റാനിനെതിരെ ഭരണകൂടം ഭീകരവാദം വിചരിക്കണം. ആദിവാസികൾക്കെതിരെ ഭരണകൂടം ഭീകരവാദം ഉന്നയിച്ചിരിക്കുകയാണ്. ആരാണ് ഭീകരവാദി ഇവിടെ? Why is that every minute one Adivasi is displaced in India? അതാണ് കണക്ക്. അവരുടെ കാട്ടിൽ നിന്ന്, അവരുടെ റിസോഴ്സസ് നിന്ന്, അവരുടെ വെള്ളത്തിൽ നിന്ന്, അവരുടെ വായുവിൽ നിന്ന്, അവരുടെ മരങ്ങളുടെ ഇടയിൽ നിന്ന്, അവരുടെ കാട്ടിൽ നിന്ന് every minute one Adivasi is displaced as per the figures. Why? ആരാണ് ഭീകരവാദി ഇവിടെ? ഭരണകൂടമാണ് ഭീകരവാദി. അറ്റ് എ ടൈം ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് പോലുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ട്. അത് മലയാളിയായിട്ടുള്ള ലിറ്ററേറ്റ് ആയിട്ടുള്ള ആക്ടിവിസ്റ്റുകൾക്ക് മാത്രമേ അറിയാത്തുള്ളൂ എന്താ നിയമം എന്നുള്ളത്. ആദിവാസികളെ പോലും ആക്ടിവിസ്റ്റുകൾ പഠിച്ചതാണ് ഇവിടെ കേരളത്തിൽ. ഇത്രയും ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു നിയമമാണ് ശരിക്കും ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്. ആസ് പെർ ദി ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ആദിവാസികൾക്ക് അവരുടെ കാട് സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ കാട്ടിൽ മരങ്ങൾ നടാനുള്ള അവകാശമുണ്ട്. അവരുടെ കാട്ടിൽ അവർക്ക് വീട് വെക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ കാട്ടിൽ അവർക്ക് അഗ്രികൾച്ചർ നടത്താനുള്ള ആവശ്യമുണ്ട്. മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. അത് വിൽക്കാനുള്ള അവകാശമുണ്ട്. ആൻഡ് ഓൾസോ അവരുടെ സ്പിരിച്വൽ റൈറ്റ്സും ഉണ്ട് ആസ് പെർ ദ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്. അവിടെ പുസ്തകങ്ങൾ വന്ന നിൽപ്പ് സംവിധാനം ഒന്നും വേണ്ട. ആ നിയമം വിധിച്ചാൽ മതി. 2006 വന്ന നിയമമാണ്. എന്തുകൊണ്ട് മലയാളി ആക്ടിവിസ്റ്റുകൾക്കും ആദിവാസി ആക്ടിവിസ്റ്റും ഉപയോഗിച്ചുകൂടാ? ഈ കൊടകിൽ ഇഷ്ടംപോലെ ഭൂമി കിട്ടിയിട്ടുണ്ട്. ഒരു നിൽപ്പ് കാരണം ഒരു കൺഫ്രണ്ടേഷനും ഇല്ലാണ്ട് അത് ഉപയോഗിച്ചില്ല. അതിന് കുറച്ച് വർക്ക് ചെയ്യണം, പോസിറ്റീവായിട്ടുള്ള വർക്ക് ചെയ്യണം. ആ പോസിറ്റീവ് വർക്ക് അതുകൊണ്ട് നിങ്ങളുടെ ആദിവാസിക്ക് ഫോം എ ഫോം ബി ഒക്കെ ഒക്കെ ഫില്ല് ചെയ്തിട്ട് അവിടെ പോയിട്ട് ആൾക്കാരെ ഫില്ലിപ്പിക്കേണ്ടതും ആദിവാസിയുടെ ഹെൽപ്പ് ചെയ്യേണ്ടതും ഒരു കർമ്മയുണ്ട്. അത് എന്തെങ്കിലും കേരളത്തിൽ ആദിവാസി ആക്ടിവിസ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് അത് കൊടുത്തതിന് ശേഷം അത് കിട്ടിയില്ലെങ്കിൽ then you fight it out. Do advocacy. You bring it out in public. അത് വെടിവെപ്പൊന്നും ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് വെടിവെപ്പ് ഫേസ് ചെയ്യാണ്ട് തന്നെ കൊടുക്കേണ്ട ആദിവാസികൾക്ക് ഭൂമി കിട്ടിയിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ ഭൂമി കിട്ടിയിട്ടുണ്ട്. Why can't Malayalis, educated Malayalis do this? എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇത് റെസിസ്റ്റൻസ് ഒരു റിച്വലായി മാറാണ്. എനിക്ക് ഇക്കാണാൻ become a ritual. ഞാൻ പറഞ്ഞ അതൊരു കഥയാണ്. ആദിവാസി ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് റൈറ്റ്സ് ആണ് എന്ന് ഭരണകൂടത്തിനെ കൊണ്ട് ഒരു കളക്ടറാണ് തീരുമാനിക്കേണ്ടത്. സമർപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം. ഇന്റലക്ച്വലായിട്ട് അറിയാൻ പറ്റണം. അത് നിയമപരമായിട്ട് പ്രൊസീജിയർ കൊടുക്കണം. ആ പ്രൊസീജിയർ കൊടുക്കാൻ എന്താണ് നമ്മുടെ എഡ്യൂക്കേറ്റഡ് മലയാളിക്ക് എന്താണ് ബുദ്ധിമുട്ട്? ആദിവാസികൾക്ക് ഭൂമിയില്ല, ആദിവാസികൾക്ക് ഭൂമിയായിട്ട് ആദിവാസികൾ മുഴുവൻ നമ്മൾ പറഞ്ഞ കാര്യമില്ലല്ലോ. കുറെ പ്രൊട്ടസ്റ്റ് നടത്തി ഒത്തുകൊടുത്തരണം അവർ ഹാപ്പി. ഭൂമി കിട്ടാനുള്ള നിയമം അവിടെ ഉണ്ട്. Why not do that? Use the law. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല?
എന്തുകൊണ്ട് കൊടകിൽ ആദിവാസിക്ക് ഭൂമി കിട്ടുന്നു, കേരളത്തിൽ കിട്ടുന്നില്ല? എന്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ ആദിവാസിക്ക് ഭൂമി കിട്ടുന്നു, എന്നാൽ ഒഡീസയിൽ ഭൂമി കിട്ടുന്നു? കേരളത്തിൽ എഡ്യൂക്കേറ്റഡ് മലയാളികൾക്ക് എന്തുകൊണ്ട് ആദിവാസികൾക്ക് ഭൂമി അവരുടെ ഭൂമി സംഘടിപ്പിച്ചു വിടാവുന്നതാണ്? ബിക്കോസ് അതിനകത്ത് ഈ ഒരു മെന്റൽ ബ്ലോക്കാണ്. ഇതാണ് പൊളിറ്റിക്സ് എന്നത്. റെസിസ്റ്റൻസ് ഇത് ഓൺലി പൊളിറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നെഗോഷിയേഷൻ സ്പേസ് ഇല്ലായിരിക്കും. നെഗോഷിയേഷൻ ഒരു കഥയാണ്. എല്ലാ സംബന്ധിച്ചത് നെഗോസിയേഷൻ എപ്പോഴും കഥയാണ്. നെഗോസിയേഷൻ ഇല്ലാത്ത ഒരു റെസിസ്റ്റൻസും ഇവിടെ ഇല്ലായില്ല. ഉദാഹരണത്തിന് ഗാന്ധിയുടെ സാധനം തന്നെ, അത് നെഗോസിയേഷൻ ഇല്ലാണ്ട് യാതൊരു മൂവ്മെന്റും ഫ്രീഡം സ്ട്രൈക്ക് ഉണ്ടാക്കില്ലായിരുന്നു. ഹി വാസ് പ്രിപ്പയർഡ് ടു നെഗോഷിയേറ്റ് ടു വാട്ട് ഹി ഈസ് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ്. ഇവിടെ മാത്രമല്ല, ഇംഗ്ലണ്ട് പോലും നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ നെഗോസിയേഷന്റെ കലയ്ക്ക് ബുദ്ധി എന്തുകൊണ്ട് മലയാളി ആക്ടിവിസ്റ്റുകൾക്ക് ഇല്ല? I'm talking about one single issue, Forest Rights Act. പ്രൊട്ടസ്റ്റിന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പ്രൊട്ടസ്റ്റിന്റെ കൂടെ തന്നെ നെഗോസിയേഷൻ്റെ ആവശ്യമുണ്ട്. ഇറ്റ്സ് എ കോമ്പിനേഷൻ. ഇതെല്ലാം കൊണ്ടുള്ള കോമ്പിനേഷനാണ് ഒരു ഡിസെന്റ്, ഒരു മൂവ്മെന്റ്. പ്രൊട്ടസ്റ്റ് മാത്രമല്ല മൂവ്മെന്റ്. നിങ്ങൾ ആ കഥ, പ്രൊട്ടസ്റ്റിന്റെ അതേ കഥ തന്നെ നെഗോസിയേഷനിലും കാണിക്കണം. എപ്പോ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം, എപ്പോ പ്രൊട്ടസ്റ്റ് നിർത്തണം, ഇതൊക്കെ ഒരു ലീഡർഷിപ്പിന്റെ കഥയാണ്. ഡിസിഷൻ മേക്കിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോൾ നെഗോസിയേഷൻ തുടങ്ങണം, ഏത് ലെവലിൽ വരെ നെഗോസിയേഷൻ ആവണം, അത് നെഗോസിയേഷൻ നിങ്ങളുടെ സബ്സ്റ്റൻസ് എന്താണ്, അതൊക്കെ മൂവ്മെന്റ് ലീഡർഷിപ്പിന്റെ ഘടനയാണ്. അവിടെ പലർക്കും നമ്മൾ വീക്കാറുണ്ട്. നമ്മൾ മൂവ്മെന്റ്സ് ഉണ്ട്, ഇഷ്ടംപോലെ മൂവ്മെന്റ്സ് ഉണ്ട്, അതിൽ പല അച്ചീവ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ അച്ചീവ് ചെയ്ത പോലെ വേറെ മൂവ്മെന്റ്സ്, മറ്റ് ഓട്ടോണമസ് മൂവ്മെന്റ്സ് വേറെ ഇല്ലായിരിക്കും. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നാച്ചുറൽ റിസോഴ്സസിന്റെ മീതെയുള്ള അധികാരത്തിന് വേണ്ടി ആയിരക്കണക്കിന് മൂവ്മെന്റ്സ് ഇന്ത്യയിലുണ്ട്. ആയിരക്കണക്കിന് ലാൻഡ്, വാട്ടർ ആൻഡ് ഫോറസ്റ്റ്. അതിൽ അച്ചീവ് ചെയ്ത സമരങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ. അത് ചാടിയാറാണെങ്കിലും അത് പ്ലസ്മിയുടെ ആണെങ്കിലും എല്ലാ തരത്തിലും ഇപ്പൊ തന്നെ പല ഇഷ്യൂസും തൊടാൻ പേടിയുണ്ട്. പോയാണെങ്കിലും എല്ലാം ടു പാത്രക്കടവ്, എവറിഥിങ്. You can have a whole sand-mine struggle or പലതും കാര്യത്തിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അച്ചീവ് ചെയ്തിട്ടുള്ള നാൽപ്പത് സമരങ്ങൾക്ക് പറയാൻ പറ്റും ഇമ്മീഡിയറ്റ് ആയിട്ട് ലാൻഡ് വാട്ടർ ഫോറസ്റ്റിന്. പക്ഷെ അതില് ഇപ്പോഴും നെഗോസിയേഷൻ പോയിന്റ്സിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആദിവാസി ഏരിയാസിനും ദളിത് ഏരിയാസിനും ഇപ്പോഴും നമ്മൾ വീക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഏരിയാസിൽ യു ഹാവ് ടു ഡു ദ നെഗോസിയേഷൻ. And cinema is only one element of negotiation. ഒറ്റ എലിമെന്റാണ്, അത്രയേ ഉള്ളൂ. സിനിമ അല്ല മാറുന്നത്, എല്ലാം കൂടി വരുമ്പോഴാണ് ഒരു മാറ്റം വരുന്നത്. അതുവരെ നമ്മളൊക്കെ ജീവിതം വരുന്ന ഒരു ഭരണന്റെ ദൈവയുടെ ഒരു മന്ത്രിയാണ്. ഇതൊക്കെ നമ്മുടെ പ്രൊഫസറിനൊക്കെ ഒരു മന്ത്രിയാണ്. അങ്ങനെ അങ്ങനെ അടിക്കണം, ഇങ്ങനെ അടിക്കണം പോകുന്നു, അത്രേ ഉള്ളൂ. ചിലപ്പോൾ കഥ കൊണ്ടുപോകും, ചിലപ്പോൾ കഥയിൽ നിർത്തും. ജസ്റ്റ് ടൈനി ഡ്രോപ്പ് ഓഫ് ദ സാൻഡ്. അതപ്പുറത്തൊന്നുമില്ല. റൈറ്റ് ടു ഫെയ്ത്ത് ഈസ് എ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. യു ഹാവ് എ റൈറ്റ് ടു ബിലീവ് ഇൻ വിച്ചെവർ റിലിജൻ ദാറ്റ് യു വാണ്ട് ടു. ഇഫ് യു വാണ്ട് ടു കൺവേർട്ട് into any religious platform, you have the right to do it. You have to preach, that right is there. You have to practice your religion. Every right has been guaranteed by Indian Constitution. Indian Constitutionന്റെ ഒരു പ്രധാന കർത്താവ് അംബേദ്കർ പോലും ഒരു കൺവേർട്ട് ചെയ്ത ഒരു കക്ഷിയാണ്. ഹി കൺവേർട്ടഡ് ഇൻ ടു ബുദ്ധിസം. സോ കൺവേർഷൻ ഇസ് നോട്ട് എ ക്രൈം. കൺവേർഷൻ ഇസ് അക്സെപ്റ്റഡ് ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഇവിടെ വർക്ക് ചെയ്ത ആൾക്കാരൊന്നും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല ശരിക്കും. ഇവിടെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. അവിടെ കടവാളിൽ നടന്ന കൺവേർഷൻ ഹിന്ദുത്വ ഫോഴ്സസ് ആദിവാസി ദാറ്റ് ഈസ് ക്രിസ്ത്യൻസിനെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഹിന്ദു ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്നാണ് ഈ 4 കൾച്ചത്തിൽ വെച്ചിട്ട്. അങ്ങനെ എത്ര ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അത്ര ആൾക്കാർ ഫോഴ്സ്ഫുള്ളായിട്ട് ആദ്യം കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അവരൊക്കെ ഇപ്പോഴും ബിലീവ് ഇൻ Christianity. You can't convert anybody like that. മഴ കൊടുത്ത് വെച്ചിട്ട് കുറെ ആൾക്കാർ കൊന്നിട്ടുണ്ട്. നിങ്ങൾ കൺവേർട്ട് ചെയ്ത് തയ്യാറല്ലെങ്കിൽ കൊന്നാലും എത്ര ആൾക്കാരെ കൊന്നിട്ടുണ്ട്. അവരൊക്കെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത്, അവരുടെ ഫാമിലിയൊക്കെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. കൊന്നു കളഞ്ഞു. നിങ്ങൾ ഹിന്ദു അല്ലെങ്കിൽ പാസ്റ്റർ സ്വാമിനോട് പറയണം,
വെട്ടിക്കൊന്നുകളയാം, എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം എല്ലാവരും മുമ്പിൽ രാവിലെ ചിരിക്കുകയാണ്, എനിക്കൊന്ന് പ്രേ, അങ്ങോട്ട് പ്രേ എന്ന് പറയണം. അപ്പോൾ ഈ ക്യാരി ഓൺ പ്രേയിങ്. അപ്പോൾ ഇത് ഫാദർ forgive them for they do not know what they are doing എന്നുള്ള ആ പോർഷനാണ് ബൈബിളിൽ വായിക്കുന്നത്. ഇനി എൻ്റെ കൊന്നോട് പറയുന്നത് പാസ്റ്റർ സാമുവൽ അയാളെ നോക്കിയിട്ട് അവസാനം മണ്ണം വെച്ച് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് കുട്ടികൾ പോലും അയാളുടെ ഗ്രാൻഡ് ചിൽഡ്രൻ പോലും കാണുന്നുണ്ട്. അയാളുടെ അമ്മ വീട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അമ്മയുടെ നീച്ചവർ ക്രോസറി വെച്ചിട്ട് മണ്ണാട വെച്ച് കത്തിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല. അപ്പോൾ ബേട്ട മുതൽ പറ്റാതെന്ന് പറയണം. ബേട്ട അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞില്ല, അത് വെക്കാനില്ല. ഇതൊക്കെ കുട്ടികൾ 5ഉം 8ഉം വയസ്സായുള്ള കുട്ടികൾ എല്ലാ വില്ലേജസും ഓടിപ്പോയിരുന്നു. അവിടുന്ന് ഫോറസ്റ്റിൽ നിന്ന് നോക്കി കാണുന്നുണ്ട്. ആ കുട്ടികൾ ഒന്നല്ല രണ്ടല്ല 12,000 കുട്ടികളാണ് അവിടെ ഡിസ്പ്ലേസ് ആയത്. ഈ കുട്ടികളുടെ ഭാവി എന്താണ്? വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ സൈക്കോളജി? വാട്ട് ഇസ് ദ ഫ്യൂച്ചർ ഇന്ത്യ? ഇതൊരു സംഭവമല്ല, കണ്ടമാൻ്റെ സംഭവമല്ല. കണ്ടമാൻ ഇസ് റിപ്പീറ്റിംഗ് വടവർ ഇൻ ഇന്ത്യ ടുഡേ. ഞങ്ങൾ കൗണ്ടർ 12 ആർട്ടിക്കിൾ ഇപ്പോൾ അറ്റാക്സ് ഓൺ ദ ക്രിസ്ത്യൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ കോവിഡ് ടൈമിൽ അവർ ചെന്നൈയിൽ രണ്ട് ക്രിസ്ത്യൻസിനെ കൊന്നു. ചെന്നൈയിൽ ഒരു ചർച്ച് കംപ്ലീറ്റ് ഡിമോളിഷ്ഡ്. ജാർഖണ്ഡിൽ 3-4 ലിഞ്ചിങ് കേസ് ക്രിസ്ത്യൻസിനെല്ലാം ഉണ്ടായി. അപ്പുറത്ത് ഹരിയാനയിൽ പ്രശ്നമുണ്ടായി, ഒഡീസയിൽ പ്രശ്നമുണ്ടായി. ഇത്രയോ. Now the point is this, Jharkhand is attacks on the Christians are taking place. Father stand issue, ഇത് തന്നെയാണ് അതിലേക്ക്. The point is that he would not have been arrested or in jail if he were not a father. It's an attack on Christianity. It's an attack on minorities. Not just being a minority. If he were a conventional Christian, nothing would have happened. He is talking about rights of the Adivasis, justice for people. That's why he is in jail. A Christian who speaks about justice for the marginalized. Now the point what I am trying to say is that on the basis of identity, other religious minorities ആണെങ്കിലും കാസ്റ്റ് ആണെങ്കിലും ജെൻഡർ ആണെങ്കിലും സെക്ഷുവാലിറ്റി ആണെങ്കിലും നാഷണാലിറ്റി ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും on the basis of identity human beings are attacked. Why can't marginalized identities unite? If the marginalized identities unite, അപ്പം അതൊരു വിപ്ലവമാണ് അവിടെ. അത് ഇടതുപക്ഷത്തിന് മനസ്സിലാത്ത ഭാഷയാണ് അതായിരിക്കും, കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാത്ത ഭാഷയാണ്. സർവ്വരാജ്യത്തൊഴിലെ സംഘടിപ്പിക്കുന്നു പറഞ്ഞില്ലേ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ അവസാനത്തെ വാക്ക് വർക്കേഴ്സ് ഓഫ് ദ വേൾഡ് യുണൈറ്റ് നത്തിങ് ടു ലൂസ് ബട്ട് ടു ചേഞ്ച്. ഞാൻ പറയുന്നത് marginalized identities unite, you have nothing to lose but your freedom, you have to change. You organize as marginalized identities and that would be biggest electorate in this world. പിന്നെ ബാക്കിയുള്ളത് വളരെ സ്മോൾ മാർജിനാണ്, അവരാണ് മൈനോറിറ്റി. Marginalized identities is the majority. You are talking about a minority of people who are controlling. So you are still powerful, but അതിന്റെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ് നിങ്ങൾക്ക്. It is not something to do with labor alone. It is not something to do with economics alone. It is not something to do with means of production alone or production relations alone. It is a culture. Indian politics determines a culture എന്നാണ്. അവിടെയാണ് നമ്മൾ ഫെയിലിയർ ആയതായിരിക്കും. ഈ കൾച്ചറിനെ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൾച്ചറൽ ട്രാൻസ്ഫോർമേഷനിലാണ് നമ്മുടെ എക്കണോമിക്സ് മാറുന്നത് ഇവിടെ. അത് നമ്മുടെ റെസിസ്റ്റൻസ് സെക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ലിബറൽ സെക്യുലർ ഫോഴ്സസ് ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന ഒരു ഫേസ് ഉണ്ട്. അത് മാർക്സിന്റെ കോട്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മതമാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനകത്ത് അവരുടെ യുക്തിവാദികളെന്ന് വിളിക്കാം, സെക്യുലറിസ്റ്റ് വിളിക്കാം, കമ്മ്യൂണിസ്റ്റ് വിളിക്കാം. എല്ലാത്തിനും ഒരു ധാരണ ഉണ്ടായത് ലാംഗ്വേജ് ആണ്, മതമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ്. യു ഹാവ് തൗസൻഡ്സ് ഓഫ് സ്പിരിച്വാലിറ്റീസ് ഇൻ ദ വേൾഡ്. നാരായണഗുരു ഒരു മതം ഞാൻ പറഞ്ഞത് does there be millions of gods? How does it matter? There are already millions of gods in this country.
അതാ നിങ്ങളിങ്ങനെ തട്ടം ചെയ്യുന്നത്. ഒരു ഏത്യസ്റ്റിനെ ഇത്രയൊന്നും ദൈവങ്ങളുണ്ടെങ്കിൽ എന്തിനാണ് തട്ടം ചെയ്യുന്നത്? ലബ്ധി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത്യസം നശിക്കുമോ? ഐ മീൻ ഏത്യസ്റ്റ്, എന്റെ ഏത്യസം നശിക്കുന്നില്ല. യു റെസ്പെക്ട് അതർ ഹ്യൂമൻസ് ഓഫ് ദ ഫെയ്ത്ത്. ഇത് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് വരുന്നത്. മതമാണ് പ്രശ്നം എന്ന് പറയുന്നത്. മലയാളി സെക്യുലറിസ്റ്റ്, മലയാളി രാഷ്ട്രീയലിസ്റ്റിന്റെ യുക്തിവാദികളുടെ പ്രശ്നം വരുന്നത്. അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോട്ട്, എപ്പോഴും യൂസ് ചെയ്യുന്ന കോട്ട്, അത് കാൾ മാർക്സിന്റെ കോട്ടാണ്. മതം കറുപ്പാണെന്ന് പറഞ്ഞിട്ടുള്ളത്. റിലിജൻ ഇസ് ദ ഓപ്പിയം ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞത്. ഇത് ഇറ്റ്സ് എ ബിഗർ ലൈ. അതായത് ഫുൾ കൊട്ടേഷൻ നോക്കുകയാണെങ്കിൽ റിലിജൻ ഈസ് ദ ഓപ്പിയം ഓഫ് പീപ്പിൾ, കോമ ഇറ്റ് ഇസ് സൈ ഓഫ് ദ ഓപ്പറസ്ഡ്, കോമ ഇറ്റ് ഇസ് ദ സ്പിരിറ്റ് ഓഫ് ദ സ്പിരിറ്റ്ലെസ് വേൾഡ്. അങ്ങനെ പറയുന്ന ഒരു ഇതാണ്. അതൊക്കെ പോസിറ്റീവാണ്. അതിനപ്പുറത്തുള്ളത് എന്താണ് ഓപ്പിയം? അന്ന് ഓപ്പിയം പറഞ്ഞാൽ ഇത് പെയിൻ കില്ലർ. അന്നത് 1912 വരെ കേരളത്തിൽ തൃശ്ശൂർ ഓപ്പിയം വാസ് സോൾഡ് ആസ് പെയിൻ കില്ലർ. And now talking about 1850s where Marx wrote it. It was a painkiller. It was used medically in medical purposes as a painkiller. So he meant that religion is a painkiller. ഇത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സെക്യുലറിസ്റ്റും നമ്മുടെ യുക്തിവാദികളും മനസ്സിലാക്കുന്നത്. Karl Marx meant that religion was a painkiller. It is a sigh of the oppressed. It is the spirit of the spiritless world. It is hope for the powerless. അതിന്റെ മീനിങ് മനസ്സിലാക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ മതമാണ് പ്രശ്നം എന്ന് പറയുന്നത്. മതത്തിനുള്ളിലുള്ള ലിബറേറ്റീവ് മൂവ്മെന്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തേ പറ്റും. എല്ലാ മതങ്ങളും ഇപ്പൊ ഉണ്ട്. അത് ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും, അത് ഇസ്ലാം ആണെങ്കിലും, ബുദ്ധിസം ആണെങ്കിലും, ജൈനിസം ആണെങ്കിലും, അത് ഏത്യസം ആണെങ്കിൽ പോലും അതിനുള്ളിൽ ലിബറേഷൻ ഉണ്ട് ചാർവാക കമ്മ്യൂണിറ്റിയിൽ. അപ്പൊ ലിബറേറ്റീവ് മൂവ്മെന്റ്സ് യുണൈറ്റ് ചെയ്യണം. ഒന്ന് ഐഡന്റിറ്റീസ്, മാർജിനൈസ് ഐഡന്റിറ്റീസ് യുണൈറ്റ് ചെയ്യണം. അതിന് ഏറ്റവും വലിയൊരു വിലങ്ങ് തന്നെയാണ് ഈ RSS പോലെ തന്നെ വരുന്നത്. കഴിഞ്ഞാൽ ഈ കൗണ്ടർ RSS മതമാണ് പ്രശ്നം, അവരുടെ തൊട്ടുകൂടായ്മ പറയുന്നതും ആ പ്രീച്ച് ചെയ്യുന്നതും ഇതുപോലത്തെ ഒരു പ്രശ്നമാണ്. വാട്ട് ഈസ് നീഡഡ് ഈസ് ദാറ്റ് all the marginalized identities, whichever faith they belong to, they should be united. Then mainstream, ഇപ്പൊ mainstream വന്നത് മിനോറിറ്റിയുമായി. RSS is a minority, Hindutva is a